1.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശി ഷാർജയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് ഇന്ന് കേസെടുക്കും. മരിച്ച വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് നടപടി. ഭർത്തൃവീട്ടുകാരുടെ പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിപഞ്ചികയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട മാതാവ് ഇന്ത്യൻ എംബസി, കേന്ദ്ര വിദേശകാര്യമന്ത്രി, മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ കൊല്ലം, കോട്ടയം പോലീസ് മേധാവിമാർക്കും പരാതി നൽകി. ഇതിന്റെ ഭാഗമായി കോട്ടയം SP വിപഞ്ചികയുടെ മാതാവിൽ നിന്ന് വിവരങ്ങൾ തേടി. വിപഞ്ചിക മരണത്തിന് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചില ചിത്രങ്ങളും ഡിജിറ്റൽ തെളിവായി SP-ക്ക് നൽകി. ഇതേ തെളിവുകളും വിപഞ്ചികയുടെ മരണത്തിനു ശേഷം വിപഞ്ചികയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആരോ ഡിലീറ്റ് ചെയ്തതും തെളിവായി കുണ്ടറ പോലീസിന് നൽകും. ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് വിപഞ്ചിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിയായ വിപഞ്ചികയുടെയും കോട്ടയം സ്വദേശിയായ നിതീഷും 2020-ലായിരുന്നു വിവാഹം കഴിഞ്ഞത്. വിപഞ്ചികയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകുമെന്നും മാതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഈ സ്ഥിതിയിലാക്കി ഈ അച്ഛനെയും മോളെയും മോനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം ഇവരെ 3 പേരെയും. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കേരളത്തിൽ എത്തിച്ച ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും അമ്മ പറഞ്ഞു. അതേസമയം കുട്ടിയുടെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് വിപഞ്ചികയുടെ ഭർത്താവിന്റെ നിലപാട്. വിപഞ്ചിക ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് സ്വർണ്ണാഭരണങ്ങൾ അടുത്ത സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നു എന്ന വിവരവും പുറത്തുവന്നു. റിപ്പോർട്ടർ, കൊല്ലം.